നമസ്കാരം. അഗാരിക്കസ് മലയാളത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇമ്മ്യൂണോളജി MCQ ആണ്. ഓൾറെഡി നമ്മൾ ഒരു പാർട്ട് മുമ്പ് ഇമ്മ്യൂണോളജി ഡിസ്കസ് ചെയ്തിരുന്നു. ഇതതിന് ശേഷമുള്ളതാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. Humoral immune response release on the production of immunoglobulins by B lymphocyte, cytotoxic T lymphocyte, killer T cell, helper T cells. Humoral immune response ഉണ്ടായി കഴിഞ്ഞാൽ ഏതിൽ നിന്നാണ് ഇമ്മ്യൂണോഗ്ലോബുലിൻസിന് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഇമ്മ്യൂണോഗ്ലോബുലിൻസിൻ്റെ ആൻറ്റിബോഡി എവിടെ നിന്നാണ് ഹ്യൂമറൽ ഇമ്മ്യൂൺ റെസ്പോൺസ് ഉണ്ടായി കഴിഞ്ഞാൽ ആൻറ്റിബോഡി പ്രൊഡക്ഷൻ നടക്കുന്നത്? ആൻസർ ബി ലിംഫോസൈറ്റ്. ബി ലിംഫോസൈറ്റിൽ നിന്നാണ് ആൻറ്റിബോഡി പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. സെല്ലുലാർ ഇമ്മ്യൂൺ റെസ്പോൺസ് ഈസ് മീഡിയേറ്റഡ് ബൈ ടി ലിംഫോസൈറ്റ്. ടി ലിംഫോസൈറ്റ് ആണ് സെല്ലുലാർ ഇമ്മ്യൂൺ റെസ്പോൺസിനെ മീഡിയേറ്റ് ചെയ്യുന്നത്. The immune response occurs on initial contact with the foreign antigen and produce immunoglobulin M and immunoglobulin G, termed as secondary immune response, primary immune response, antibody synthesis, antibody structure. Answer is primary immune response. ഒരു ഇനീഷ്യൽ കോണ്ടാക്റ്റ്, ഫോറിൻ ആൻറ്റിജനായിട്ട് ഒരു ഇനീഷ്യൽ കോണ്ടാക്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ ഇമ്മ്യൂൺ റെസ്പോൺസിൻ്റെ ഫലമായിട്ട് നമ്മളിൽ നിന്ന് ഇമ്മ്യൂണോഗ്ലോബുലിൻ എമ്മും ഇമ്മ്യൂണോഗ്ലോബുലിൻ ജിയും, അതായത് ഈ രണ്ട് ആൻറ്റിബോഡിയും പ്രൊഡ്യൂസ് ചെയ്യും. ഇതിനെ പറയുന്ന പേരെന്താണ്? ഇതിനെ പറയുന്ന പേരാണ് പ്രൈമറി ഇമ്മ്യൂൺ റെസ്പോൺസ്. സെക്കൻഡറി ഇമ്മ്യൂൺ റെസ്പോൺസ് ഈസ് മീഡിയേറ്റഡ് ബൈ ലോങ് ലിവ്ഡ്. ആൻസർ ഓപ്ഷൻ helper T cells, killer T cells, killer T lymphocyte, cytotoxic T cell and memory B cells. Answer is cytotoxic T cell and memory B cells. Immunoglobulins are made up of. Immunoglobulins അഥവാ ആൻറ്റിബോഡി അത് ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ലിപ്പോപ്രോട്ടീൻസ്, ഫോസ്ഫോലിപ്പിഡ്സ്, ന്യൂക്ലിയോപ്രോട്ടീൻസ്, ഗ്ലൈക്കോപ്രോട്ടീൻസ്. ആൻസർ is glycoprotein. The basic structure of common to all immunoglobulin is presence of a heavy and light chain in the order L2H2, L2H3, L3H4, L2H2S2. അതായത് ബേസിക് ഇമ്മ്യൂണോഗ്ലോബുലിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ അതിൽ ലൈറ്റ് ചെയിനും ഹെവി ചെയിനും ഉണ്ടായിരിക്കും. ഇതിൻ്റെ ഓർഡർ എന്താണ്? ഓർഡർ എന്ന് പറയുന്നത് L2H2 ആണ്. അതായത് രണ്ട് ലൈറ്റ് ചെയിനും രണ്ട് ഹെവി ചെയിനും കണ്ടിരിക്കും. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇത് ഇമ്മ്യൂണോഗ്ലോബുലിൻ്റെ സ്ട്രക്ചറിൽ പറഞ്ഞിട്ടുണ്ട്. വിച്ച് ഓഫ് ദി ഫോളോയിങ് റിസംബിൾ വിത്ത് ദി സ്ട്രക്ചർ ഓഫ് ആൻറ്റിബോഡി? താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് ആൻറ്റിബോഡിയുടെ സ്ട്രക്ചറിന് റിസംബിൾ ആയിട്ടുള്ളത്? H, D, T, Y. ആൻസർ is Y. Which one is the secretory antibody? താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് സെക്രട്ടറി ആൻറ്റിബോഡി? IgA, IgG, IgM, IgE. ആൻസർ is IgA. ഇമ്മ്യൂണോഗ്ലോബുലിൻ A ആണ് സെക്രട്ടറി ആൻറ്റിബോഡി ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ബോഡിയിലെ ഏറ്റവും കൂടുതൽ രണ്ടാമതായി കാണപ്പെടുന്ന ആൻറ്റിബോഡി. 15% ആണ് ഇത് കാണുന്നത്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓഫ് ആൻറ്റിബോഡിയിൽ പറഞ്ഞിട്ടുണ്ട്. B cell represents 10 to 20% of lymphoid pool, 5 to 15% of lymphoid pool, 20 to 30% of lymphoid pool, 30 to 40% of the lymphoid pool. Answer is 5 to 15% of the lymphoid pool. Lymphoid tissue represent 5 to 10%, 2%, 15%, 5%. Answer is 2%. What is the difference between B and T lymphocyte? മെയിൻ ഡിഫറൻസ് എന്താണ്? ബിയും ടിയും ലിംഫോസൈറ്റ് തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്താണ്? ആൻസർ ഓപ്ഷൻ ഡിഫർ ഇൻ ഒറിജിൻ, ഡിഫർ ഇൻ മെച്ചുറേഷൻ ആൻഡ് സ്റ്റോറേജ്, ദർ ഇസ് നോ ഡിഫറൻസ്, ഡിഫർ ഇൻ ലൊക്കേഷൻ ഇൻ ദി ലിംഫോയിഡ് പൂൾ. ആൻസർ ഈസ് ഡിഫർ ഇൻ മെച്ചുറേഷൻ ആൻഡ് സ്റ്റോറേജ്. ബിയും ടിയും ലിംഫോസൈറ്റ്സ് അതിൻ്റെ സ്റ്റോറേജിലും മെച്ചുറേഷനിലാണ്
അതിൻ്റെ വ്യത്യാസം മെയിനായിട്ട് കാണുന്നത്. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മുന്നത്തെ സ്ലൈഡിൽ നോക്കിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തോളൂ. CDR determines answer option shape of antigen, antibody specificity, antibody structure, none of the above. Answer is antibody specificity. CDR എന്ന് വെച്ചാൽ കോംപ്ലിമെന്ററി ഡിറ്റർമിനിങ് റീജിയൻ എന്നാണ്. ഇത് ഇമ്യൂണോഗ്ലോബുലിൻസിലെ പ്രസന്റ് ആണ്. ആന്റിബോഡിയിലെ വാരിയബിൾ റീജിയനിലാണ് കാണുന്നത്. Golgi bodies are characteristic cytoplasmic structure of B cells, plasma cells, T helper cells and T cytokine cells, erythrocytes. Answer is TH and TC cells. 14th question. Lymphocytes show memory, specificity, self and non-self recognition, all of the above. Answer is all of the above. ലിംഫോസൈറ്റിലെ എന്ന് പറയുന്നത് വൈറ്റ് ബ്ലഡ് സെൽസിലെ പെട്ട ഒരെണ്ണമാണ്. ഇത് ഇമ്മ്യൂൺ സിസ്റ്റത്തിലെ മേജർ റോൾ ഉണ്ട്. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പ്രൈമറി ലിംഫോയിഡ് ഓർഗനിലെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇതിനെക്കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യുന്നതുണ്ട്. T cell mediator to immunity attributed to interferons, protein kinase, lymphokinase, cytokinase. താഴെ തന്നിരിക്കുന്നതിൽ T cells mediator ആയിട്ടുള്ള immunity ഏതാണ്? Answer is cytokines. Which of the following subclass of B cell is responsible for the secretion of immunoglobulin? Lymphocytes, memory cell, plasma cells, hematopoietic cells. ഇത് താഴെ തന്നിരിക്കുന്നതിൽ ഏത് സബ് ക്ലാസ് ആണ് ഇമ്യൂണോഗ്ലോബുലിൻ സെക്രീഷനായിട്ട് റെസ്പോൺസിബിൾ ആയിരിക്കുന്നത്? പ്ലാസ്മ സെൽസ് ആണ്. Instructive theory of antibody production was proposed by Linus Pauling, J. Lederberg, Rodney Potter, Michael Green. Answer is Linus Pauling. 18th question. Who among the following gave structure of immunoglobulin G first name? M. Burnett and N. Gerin, Robin Valentine and Michael Green, Rodney Potter and Gerald Edelman, D. Talmage. Answer is Robin Valentine and Michael Green. Detailed chemical structure of immunoglobulin G was given by Robin Valentine and Michael Green, Rodney Potter and Gerald Edelman, Henry Benson Jones, M. Burnett and N. Gerin. Answer is Rodney Potter and Gerald Edelman. 20th question. Immunoglobulin have been named so because of the presence of immunoglobulin എന്തിൻ്റെ പ്രസൻസിലാണ് അതിന് ഒരു പേരിട്ടിരിക്കുന്നത്? ആൽഫ ഗ്ലോബുലിൻസ്, ഗാമ ഗ്ലോബുലിൻ, ബീറ്റ ഗ്ലോബുലിൻസ്, ഡെൽറ്റ ഗ്ലോബുലിൻസ്. ആൻസർ ഈസ് ഗാമ ഗ്ലോബുലിൻസ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.